Messi. Robinson leaves, Busquets over to Jordi Alba, what a touch! Messi to his right. He keeps it on his left, of course. Oh, what a ball to come! ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് കളിക്കുമ്പോഴോ മറ്റോ അബദ്ധത്തിൽ നമ്മുടെ ഒരു സ്ഥിരം പല്ല് ഇളകി താഴെ വീണാൽ എന്ത് ചെയ്യണം? പേടിക്കേണ്ട, അതിനൊരു വഴിയുണ്ട്. ഒന്നാലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഓടി കളിക്കുകയാണ്. പെട്ടെന്ന് ഒരു അപകടം. അയ്യോ, ഒരു പല്ല് പുറത്തേക്ക് തെറിച്ചുപോയി. കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നില്ലേ? പക്ഷേ ശരിയായ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ സാഹചര്യത്തിൽ ഒരു ഹീറോ ആകാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ മിഷൻ തുടങ്ങുകയാണ്. ഇങ്ങനെ നമ്മുടെ സ്ഥിരം പല്ലുകളിലൊന്ന് പൂർണ്ണമായി ഇളകി പോകുന്നതിനൊരു പ്രത്യേക പേരുണ്ട് കേട്ടോ. അതിനെ നമ്മൾ അവൾസ്ഡ് ടൂത്ത് എന്നാണ് പറയുന്നത്. പക്ഷേ ആ പേരിനേക്കാൾ പ്രധാനം എന്താണെന്നോ? നമ്മൾ വേഗത്തിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ ആ പല്ലിനെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പല്ല് താഴെ വീണോ? ഇനി എന്തു ചെയ്യും? ഒരു ഹീറോയെ പോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം, പേടിക്കാതിരിക്കുക. സമാധാനമായി ഒരു ശ്വാസമെടുക്കുക. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. രണ്ടാമതായി, താഴെ വീണ പല്ല് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. മൂന്നാമത്തത്, അതെടുക്കുന്ന രീതിയാണ്. പതുക്കെ അതിൻ്റെ വെളുത്ത ഭാഗത്ത് മാത്രം പിടിക്കുക. ഇതാണ് സുവർണ നിയമം. പല്ലിൻ്റെ ക്രൗണിൽ, അതായത് നമ്മൾ പുറമേ കാണുന്ന വെളുത്ത ഭാഗത്ത് മാത്രമേ തൊടാവൂ. അതിൻ്റെ വേരിൽ, അതായത് റൂട്ടിൽ ഒരു കാരണവശാലും തൊടരുത്. കാരണം ആ വേരിലാണ് പല്ലിൻ്റെ ജീവനുള്ള കോശങ്ങളുള്ളത്. അവിടെ തൊട്ടാൽ അത് നശിച്ചു പോകും. അപ്പോൾ നിങ്ങൾ പല്ല് കണ്ടെത്തി ശരിയായ രീതിയിൽ കയ്യിലെടുത്തു. വെരി ഗുഡ്. ഇനി അടുത്ത ദൗത്യം എന്താണ്? ആ വിലയേറിയ പല്ലിനെ ജീവനോടെ സംരക്ഷിക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി പല്ല് താഴെ വീണപ്പോൾ അതിൽ കുറച്ച് അഴുക്കോ മണ്ണോ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും? പേടിക്കണ്ട. ശുദ്ധമായ വെള്ളത്തിൽ 1-2 സെക്കൻഡ് പതുക്കെ ഒന്ന് കഴുകിയെടുക്കാം. പാലുണ്ടെങ്കിൽ അതിൽ കഴുകുന്നതും നല്ലതാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും സോപ്പിട്ടോ ബ്രഷ് കൊണ്ടോ ഉരയ്ക്കരുത്. അപ്പോൾ പല്ല് കഴുകി, ഇനി അതെവിടെ സൂക്ഷിക്കും? ഏറ്റവും നല്ല ഓപ്ഷൻ ഒരു ചെറിയ കപ്പിൽ കുറച്ച് പാലെടുത്ത് അതിലിട്ട് വെക്കുന്നതാണ്. പാൽ അതിലെ കോശങ്ങളെ ജീവനോടെ നിലനിർത്താൻ സഹായിക്കും. ഇനിയിപ്പോൾ പെട്ടെന്ന് പാല് കിട്ടിയില്ലെങ്കിലോ? ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വായിൽ തന്നെ കവിളിനും മോണയ്ക്കും ഇടയിൽ വയ്ക്കാം. നിങ്ങളുടെ ഉമിനീരും ഒരു നല്ല സംരക്ഷകനാണ്. പക്ഷേ ടിഷ്യൂ പേപ്പറിൽ പൊതിയുകയോ സാധാരണ വെള്ളത്തിലോ കോളയിലോ ഇടുകയോ ചെയ്യരുത്. അത് വളരെ മോശമാണ്. ശരി, പല്ലിപ്പോൾ സുരക്ഷിതമാണ്. പക്ഷേ നമ്മുടെ മിഷൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ഓട്ടമാണ്. എങ്ങോട്ടാണെന്നോ? ഈ ദൗത്യത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുടെ അടുത്തേക്ക്, നമ്മുടെ ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക്. ഈ നമ്പർ മറക്കരുത്. 30. അതെ, 30 മിനിറ്റ്. ഇതിനെ നമ്മൾ ഗോൾഡൻ മിനിറ്റ്സ് എന്ന് പറയും. കാരണം പല്ല് ഇളകിപ്പോയി ആദ്യത്തെ 30 മിനിറ്റിനുള്ളിൽ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞാൽ ആ പല്ല് രക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓർക്കുക, സമയം പല്ല് പോലെ വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡും പ്രധാനമാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ടീച്ചറോടോ അച്ഛനോടോ അമ്മയോടോ വിവരം പറയണം. ഒട്ടും മടിക്കരുത്. കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിലെ പീഡിയാട്രിക് ആൻഡ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി പ്രൊഫസർ ഫൈസൽ CP-യുടെ മേൽനോട്ടത്തിൽ ഡോക്ടർ അഞ്ജിമ പൊയിലിൽ വകുപ്പിലെ സഹപ്രവർത്തകരുമായി ചേർന്ന് നടത്തിയ ഒരു സമീപകാല സർവേയിൽ കണ്ണൂർ ജില്ലയിൽ ഉടനീളമുള്ള 8 മുതൽ 12 വയസ്സുവരെയുള്ള 2000 സ്കൂൾ കുട്ടികളെ വിലയിരുത്തി. ഈ പ്രായത്തിലുള്ള ഏകദേശം 10 കുട്ടികളിൽ ഒരാൾക്ക് ട്രോമാറ്റിക് ഡെന്റൽ ഇഞ്ചുറി അഥവാ പല്ലിന് ആഘാതമേറ്റുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പഠനഫലങ്ങൾ വെളിപ്പെടുത്തി. ട്രോമാറ്റിക് ഡെന്റൽ ഇഞ്ചുറിയിൽ മുകളിലെ മുൻനിര പല്ലുകൾക്കാണ് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റുന്നത് എന്നതിനെക്കുറിച്ച് 90.1% അധ്യാപകർക്കും അറിവുണ്ടായിരുന്നെങ്കിലും ആഘാതമേറ്റ പല്ലിന്റെ ശരിയായ പരിചരണം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് 23.4% പേർക്ക് മാത്രമേ കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞുള്ളൂ. ഇനി ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ മോണയിൽ നിന്ന് ചോര വരുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? വൃത്തിയുള്ള ഒരു തുണിക്കഷ്ണമോ അല്ലെങ്കിൽ ഗോസോ എടുത്ത് ആ ഭാഗത്ത് വെച്ച് പതുക്കെ ഒന്ന് കടിച്ചു പിടിച്ചാൽ മതി. ഏതൊരു ഹീറോയുടെയും യാത്രയിലെ ചില കെണികളുണ്ടാവും, അല്ലേ? അതുപോലെ ഇവിടെയും നമ്മൾ ഒഴിവാക്കേണ്ട ചില തെറ്റുകളുണ്ട്. എന്തൊക്കെയാണ് ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞത് തന്നെ, പല്ല് സോപ്പിട്ടോ മറ്റോ ശക്തിയായി ഉരച്ച് കഴുകരുത്.
ആ ലോലമായ വേരിലെ കോശങ്ങൾ നശിച്ചു പോകും. പതുക്കെ ഒന്ന് കഴുകിയാൽ മാത്രം മതി. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല്ല് ഒരിക്കലും ഉണങ്ങിപ്പോകാൻ അനുവദിക്കരുത്. ഉണങ്ങിപ്പോയ പല്ലെന്നാൽ ജീവൻ നഷ്ടപ്പെട്ട പല്ലെന്നാണ് അർത്ഥം. എപ്പോഴും അതിന് നനവ് വേണം. അയ്യോ, പല്ല് കിട്ടി, ഇനി ഇത് ഞാൻ തന്നെ തിരിച്ചു വെച്ചേക്കാമെന്ന് വിചാരിക്കരുത്. അത് ഡെന്റിസ്റ്റ് ചെയ്യേണ്ട ജോലിയാണ്. നമ്മൾ സ്വയം ശ്രമിച്ചാൽ ഒരുപക്ഷെ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞു വെക്കരുത്. കാരണം അത് പല്ലിലെ നനവ് പെട്ടെന്ന് വലിച്ചെടുത്ത് അതിനെ ഉണക്കിക്കളയും. ഓർമ്മയുണ്ടല്ലോ, പാൽ അല്ലെങ്കിൽ നമ്മുടെ ഉമിനീര്, ഇവയാണ് ഏറ്റവും നല്ല മാർഗങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, ചെയ്യരുതാത്ത കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ആ പല്ലിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നൽകിയത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ? ദൗത്യം വിജയിച്ചു. നിങ്ങൾ ഇത്രയും ധൈര്യത്തോടെയും സ്മാർട്ടായും പ്രവർത്തിച്ചതുകൊണ്ട് ഡെന്റിസ്റ്റിന് ആ പല്ലിനെ അതിന്റെ പഴയ സ്ഥാനത്ത് തന്നെ വിജയകരമായി തിരികെ വയ്ക്കാൻ സാധിക്കും. അതെ, നിങ്ങളൊരു ഡെന്റൽ ഹീറോയാണ്. ഒരു അടിയന്തര സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നുള്ള അറിവ് നിങ്ങളെ ഒരു ഹീറോ ആക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾ രക്ഷിച്ചത് നിങ്ങളുടെ സ്വന്തം പുഞ്ചിരിയെയാണ്, ഓർക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു വയ്ക്കാം അല്ലേ? സമാധാനമായിരിക്കുക, പല്ല് കണ്ടുപിടിക്കുക, അതിനെ നനവോടെ സൂക്ഷിക്കുക, എത്രയും പെട്ടെന്ന് ഡെന്റിസ്റ്റിനെ കാണുക. അത്രയുള്ളൂ. അപകടങ്ങൾ ആർക്കും സംഭവിക്കാം. പക്ഷേ ഇനി അങ്ങനെയൊന്ന് സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. നിങ്ങളുടെ പുഞ്ചിരി സംരക്ഷിക്കാനുള്ള ശക്തി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്.